വനിതാ സംവരണം എന്ന് പറയുന്ന മഹത്തായ ഒരാശയം നമ്മുടെ നാട്ടിൽ 2023 തന്നെ എല്ലാവരുടെയും പിന്തുണയോട് കൂടിയിട്ട് ഒരു ആക്റ്റായിട്ട് വന്നതാണ്. 2023 സെപ്റ്റംബർ മാസം യുനാനിമസ് ആയിട്ട്, അതായത് മോഡി ഗവൺമെൻറ്റിൻ്റെ ഇത്രയും കാലത്തെ ചരിത്രത്തിൽ ഒരേ ഒരു നിയമത്തിൻ്റെ കാര്യത്തിലാണ് അങ്ങനെ പൂർണ്ണമായ സമ്മതം എല്ലാവരും കൊടുത്തത്. അപ്പം അങ്ങനെയാണ് അത് പാസ്സാവുന്നത്. അത് പാസ്സായി, ബില്ല് പാസ്സായിട്ട് പിന്നെ രാഷ്ട്രപതി ഒപ്പുവെച്ചപ്പോൾ അത് ആക്റ്റായതിനു ശേഷം ഇപ്പോൾ ഇതിനിടയിൽ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ സമ്മർദ്ദമൊക്കെ വന്നപ്പോൾ അവർ 16-ാം തീയതി രാത്രി അത് നോട്ടിഫൈ ചെയ്യുകയും ചെയ്തു. അതിനർത്ഥം അത് നമ്മുടെ നാട്ടിൽ നിയമമായി കഴിഞ്ഞു എന്നാണ്. ഇനി അത് നടപ്പാക്കുന്നതിൻ്റെ ചില ഫോർമാലിറ്റീസാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഈ വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് ചില ആളുകൾ ഈ വനിതാ സംവരണ ബില്ല് പരാജയപ്പെട്ടു എന്ന വ്യാഖ്യാനവുമായി ഇറങ്ങിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ BJPയുടെ ചില തരികിട അജണ്ടകളാണ് നമ്മുടെ നാട്ടിൽ പരാജയപ്പെട്ടത്. അതിൽ ആദ്യത്തെ കാര്യം, ഈ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച 3 ബില്ലുകളിൽ 107ാമത്തെ ബില്ലിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്, 6ാമതായിട്ട് പറയുന്നുണ്ട്. 6ാമത്തെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറയുന്നത്, 6ാമതായി പറയുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഡീലിമിറ്റേഷനും സെൻസസും സമയമെടുക്കും എന്നതുകൊണ്ടാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ 2023 ഈ വിഷയം സംബന്ധിച്ച ചർച്ച നടത്തുമ്പോൾ ഞങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച കാര്യമാണ് ഇതിനെ ഡീലിമിറ്റേഷനും സെൻസസുമായി ബന്ധപ്പെടുത്താൻ പാടില്ല എന്നുള്ളത്. അത് പരിഗണിക്കാതെ, അത് കേട്ട ഭാവം നടിക്കാതെ, പക്ഷെ ഞങ്ങൾ ആ പൂർണ്ണമായും സമ്മതം കൊടുത്തു. കാരണം ഞങ്ങൾ കൊടുത്ത നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ ഈ ആശയം മഹത്തായ ഒരു ആശയമാണ്, CPI ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ മുൻകൈയിൽ ഉണ്ടായ ഒരു ആശയമാണ് എന്നതെല്ലാം കൊണ്ട് ഞങ്ങൾ അതിന് പൂർണ്ണമായ സമ്മതം കൊടുത്തു. പക്ഷേ ഇവർക്കെന്ന് പറയുന്നത് യാതൊരു രാഷ്ട്രീയ മര്യാദയും ധാർമ്മികതയും ഇല്ലാന്നുള്ളതിൻ്റെ തെളിവാണ് ഈ 107ാം ബില്ലിൻ്റെ ഭാഗമായി അവതരിപ്പിച്ച 6ാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇത് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. നെക്സ്റ്റ് സെൻസസും അതിൻ്റെ ഭാഗമായിരിക്കുന്ന തുടർന്നുള്ള ഡിലിമിറ്റേഷനും എക്സൈസും ടേക്ക് കൺസിഡറബിൾ ടൈം, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം എന്ന് പറയുന്നത് 2023 ഇവർ പറഞ്ഞ വാദങ്ങൾ തെറ്റാണെന്നും ഞങ്ങൾ പറഞ്ഞതാണ് ശരിയെന്നുള്ളതാണ്. അതവിടെ ഇരിക്കട്ടെ. എന്തായിരുന്നാലും ഇത് നിയമമായി നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടി നമ്മുടെ രാജ്യത്ത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷം ഇത്രയേറെ സമ്മർദ്ദം ചെലുത്തുകയും വലിയൊരു ഐക്യത കെട്ടിപ്പടുക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവർ ഈ നോട്ടിഫിക്കേഷൻ ഇറക്കില്ലായിരുന്നു. കാരണം ഈ സമ്മേളനം തുടങ്ങുന്നതിന് ശേഷമാണ് നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത്. ധാരാളം തരികിടകൾ പരാജയപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായിരിക്കുന്ന കാര്യം. ഒന്ന്, ഇതിൻ്റെ മറവിൽ ഡീലിമിറ്റേഷൻ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഡീലിമിറ്റേഷൻ എങ്ങനെയാണ്? സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെയെല്ലാം മുഴുവൻ അവഗണിക്കുന്ന തരത്തിലൊന്നായിരുന്നു. 50% എന്ന് ഇങ്ങനെ പ്രസംഗിച്ചാലും അത് ഒരിക്കൽ പോലും കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും നടത്തിയില്ല. 50%ൻ്റെ ശരിതെറ്റുകൾ വേറെ, പക്ഷേ പ്രസംഗത്തിൽ ഇങ്ങനെ പറയാമുള്ളവല്ലാതെ ഒരിക്കൽ പോലും അത് പറഞ്ഞില്ല. ഷെഡ്യൂളിനകത്ത് അത് ഉൾപ്പെടുത്തിയില്ല. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പിനിടയിൽ വളരെ ഇവിടെ ഭയങ്കരമായ ഒരു അത്യാഹിതം നടക്കുന്നത് പോലെ ഇതിനിടയിൽ കൊണ്ടുപോയി ഒരു യോഗം വിളിച്ചു ചേർത്തു, ഒരു സമ്മേളനം. ശരിക്കും ഇങ്ങനൊരു പ്രത്യേക സമ്മേളനം വിളിച്ച് സമയവും ധനവും നഷ്ടപ്പെടുത്തിയതിന്, അതിനൊരു പ്രയോജനമില്ലാതാക്കി തീർത്തതിന് BJP രാജ്യത്തോട് മാപ്പ് പറയേണ്ടതാണ്. ബംഗാളിലെയും തമിഴ്നാട്ടിലെയും കുറേ താരപ്രചാരകർ ഉൾപ്പെടെയുള്ള MP-മാരെ ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യവും നേടിയെടുക്കാൻ സാധിച്ചില്ല. പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു ഭേദഗതി കൊണ്ടുവന്ന് ആ ഭേദഗതി ഒരു തരികിടയിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ച് അതിൻ്റെ ജാള്യത മറക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കുറേ പ്രചരണങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത്. വനിതാ സംവരണം നമ്മുടെ നാട്ടിൽ പ്രതിപക്ഷത്തിൻ്റെ സഹകരണത്തോടെ, സമ്മർദ്ദത്തോടെ ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നു. അതേസമയം അതിൻ്റെ മറവിൽ നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിനെ തകർക്കാനുള്ള നീക്കങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. പക്ഷെ അതിനോട് ജാഗ്രത നമുക്ക് തുടർന്ന് ഉണ്ടാവേണ്ടതാണ്. 50% ഇവർ പലതവണ പ്രസംഗിച്ചു. ഒരു തവണ പോലും ആ 50% സംബന്ധിച്ച ഒരു ഷെഡ്യൂൾ കൊണ്ടുവരികയോ ഒരു ഭേദഗതി കൊണ്ടുവരികയോ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ ഒരു അപകടത്തിൽ നിന്ന് നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിനെയും താൽക്കാലികമായിട്ടെങ്കിലും രക്ഷിക്കാൻ സാധിച്ചു എന്നതാണ് പ്രതിപക്ഷം നേടിയെടുത്തിരിക്കുന്ന വിജയം എന്ന് പറയുന്നത്. പിന്നെ മാനിപ്പുലേറ്റ് ചെയ്ത്, സ്വാധീനിച്ച്, പണം കൊടുത്ത്, മറ്റ് വളഞ്ഞ വഴികളിലൂടെ ചിലരെയെങ്കിലും സ്വായത്തമാക്കാം, ചിലരെയെങ്കിലും സ്വാധീനം പിടിച്ചു പറ്റാം എന്ന് പറയുന്ന ഈ തരികിട സംഘത്തിൻ്റെ പരിപാടികൾ കൂടെ പൊളിഞ്ഞു എന്നതാണ് ഇന്നലെ രാത്രി ഉണ്ടായിരിക്കുന്ന മഹത്തായ വിജയം. ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്, നോട്ടിഫൈ ചെയ്ത സ്ഥിതിക്ക് വനിതാ സംവരണ ബില്ലിൻ്റെ അതിൻ്റെ റൂൾസ് എത്രയും പെട്ടെന്ന് ഫ്രെയിം ചെയ്ത് നടപ്പാക്കണം എന്നുള്ളതാണ്. അതിന് ഏറ്റവും എളുപ്പം 543 സീറ്റിൽ 181 സീറ്റ് വനിതകൾക്ക് കൊടുക്കുക, വനിതകൾക്ക് മാത്രമായിട്ട് റിസർവ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് ഏതെല്ലാം വേണം നിശ്ചയിക്കുക എന്നുള്ളതാണ്. അതിന് റൂൾസ് എത്രയും പെട്ടെന്ന് ഇനി കൊണ്ടുവരണം എന്നാണ്
CPI ഒരു പാർട്ടി എംബ്ലമിൽ ആവശ്യപ്പെട്ടു. ഇന്നലെ ഈ ബില്ലിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞ് സെക്കൻഡുകൾക്കുള്ളിൽ ഇവർ തയ്യാറാക്കിയ ഒരു പോസ്റ്ററുമായിട്ട് ഇവർ വനിതാ എംപിമാർ ഇറങ്ങി. എത്ര അപമാനകരമായ ഒരു കാഴ്ചയാണ്. എങ്ങനെയാണ് ഇവർക്കിത് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രീ പ്ലാൻഡായ ഒരു സംഭവമാണ്. ബംഗാളിലെയും തമിഴ്നാട്ടിലെയും തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ജനാധിപത്യം സമീപകാലത്തൊന്നും ഇത്ര വലിയൊരു തട്ടിപ്പ് തരികിട നാടകങ്ങൾ കണ്ടിട്ടില്ല. ഉറപ്പായും പരാജയപ്പെടുന്ന ഒരു സംഗതി കൊണ്ടുവരിക, എന്നിട്ട് കുറേ പ്രസംഗം നടത്തുക, അവസാനം പരാജയപ്പെട്ടതിന് ശേഷം തെരുവിലിറങ്ങുക. എത്ര അപഹാസ്യമാണ് ഈ കാര്യം എന്ന് പറയുന്നത്. നോക്കൂ, നമ്മുടെ നാട്ടിൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. അത് ഈ വനിതാ സംവരണ ബില്ല് എന്ന് പറയുന്നത് ബില്ല് അവതരിപ്പിച്ചു, അത് പിന്നെ രാഷ്ട്രപതി ഒപ്പിട്ടതോടുകൂടി ആക്റ്റായി, ചർച്ചകൾക്ക് ശേഷം പാസ്സാക്കിയതിന് ശേഷം രാഷ്ട്രപതി ഒപ്പിട്ടു, അതോടുകൂടി ആക്റ്റായി എന്ന് പറഞ്ഞാൽ പാർലമെന്റിന്റെ പ്രൊസീജിയർ കഴിഞ്ഞു, ആക്റ്റായതിനു ശേഷം അത് നിയമമായി നമ്മുടെ നാട്ടിൽ എപ്പോഴും ഫോഴ്സിൽ വരുന്നു എന്നുള്ളത് 16-ാം തീയതി വന്നിരിക്കുന്നു എന്നത് നോട്ടിഫൈ ചെയ്യപ്പെട്ടു. അല്ല, ഉറപ്പായിട്ട് ക്യാമ്പയിൻ ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നോട്ടിഫൈ ചെയ്യപ്പെട്ട 16-ാം തീയതി രാത്രി 9:55 ഇന്ത്യൻ പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഇവർക്ക് ഒരു താല്പര്യമില്ലെങ്കിലും അവർ നോട്ടിഫൈ ചെയ്ത ഒരു നിയമത്തിന്റെ പേരിലാണ് ഇവർ വീണ്ടും ഈ വേണ്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് എല്ലാ പാർട്ടികളുടെയും കൂടെ ഒരു യോഗം ആവശ്യമാണെങ്കിൽ വിളിച്ചു ചേർത്ത് ഇതിന്റെ റൂൾസ് ഫ്രെയിം ചെയ്യാനുള്ളതാണ്. നോട്ടിഫൈ ചെയ്യപ്പെട്ട പബ്ലിക് ഡൊമൈനിലുള്ള ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു നിയമത്തിന്റെ നടപ്പാക്കാനുള്ള ഫോർമാലിറ്റീസ് ഉണ്ട്. അതിനാവശ്യമായ റൂൾസും മറ്റും ഫ്രെയിം ചെയ്യാനുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് എത്തിച്ചേർത്തു, ആ നിലയിലേക്ക് ഇതിനെ എത്തിച്ചേർത്തു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ മഹത്തായ വിജയം. അതല്ലാതെ ഇവരുടെ ഈ തരികിട എന്ന് പറയുന്നത് ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഈ സമ്മേളനം പ്രത്യേകം വിളിച്ചു ചേർത്ത് ഈ മാനിപ്പുലേഷൻ വേണ്ടി നടത്തിയ ഇജാതിരി തരികിട നമ്മുടെ രാജ്യത്ത് നടക്കില്ല എന്ന് രാജ്യം തെളിയിച്ചു. പ്രതിപക്ഷത്തിന് വളരെ ആത്മവിശ്വാസവും കരുത്തും പകരുന്ന ഒന്നാണ് ഈ ഡീലിമിറ്റേഷൻ ബില്ലിന്റെ പരാജയം എന്ന് പറയുന്നത്.